അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പലപ്പോഴും സമ്പത്തും അധികാരവും മനുഷ്യനെ അന്ധനാക്കാറുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഫോളോ ചെയ്യുന്നത് ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ ഹിസ്റ്ററി ഓഫ് ഉമർ ഇബ്നുൽ ഖത്താബ് വായിച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റും. ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് സഹാബത്തുമായിട്ട് സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് ജൂതനായ ഒരു മനുഷ്യൻ വന്ന് ഉമർ ഇബ്നുൽ ഖത്താബിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉമറ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന്. ഒരു തവണ രണ്ട് തവണ വിളിച്ചപ്പോൾ ഉമർ വിളി കേട്ടില്ല. മൂന്നാമത് വിളിച്ചപ്പോൾ ഉമർ ദേഷ്യത്തോട് പറഞ്ഞു, അല്ലയോ മനുഷ്യ, പലപ്പോഴും നിങ്ങളിലേക്ക് വന്നിട്ട് പലതും പറയാൻ ശ്രമിച്ചപ്പോൾ എന്നെ കേൾക്കാതിരുന്ന നിങ്ങൾ ഇപ്പോൾ ഞാൻ എൻ്റെ സഹാബത്തുമായി സംസാരിക്കുമ്പോൾ എന്തിനാണ് എന്നെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന്. സങ്കടത്തോടു കൂടി ആ മനുഷ്യൻ തിരിച്ചു പോയപ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബിന് ഓർമ്മ വന്നത്, പടച്ച റബ്ബേ, ഞാൻ ഈ കാണിച്ചത് നന്ദികേടല്ലേ? ഒരു രാജ്യം ഭരിക്കുന്ന സമയത്ത് എല്ലാവരെയും ഒരുപോലെ കാണാൻ എനിക്ക് കഴിയണ്ടേ? ഉടനെ തന്നെ ആളുകളെ വിട്ട് ആ ആളെ തിരിച്ചു വിളിക്കുകയും അയാളുടെ ആവശ്യം എന്താണ് അത് നിറവേറ്റി കൊടുത്ത് അയാളുടെ മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയത്. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അധികാരവും സമ്പത്തും വരുമ്പോൾ അഹങ്കരിച്ചുകൊണ്ട് മണ്ണിന് മീതെ മതിച്ച് നടക്കുന്ന മനുഷ്യ, മറക്കേണ്ട, നാളെ ഞാനും നീയും മണ്ണിലേക്ക് മടങ്ങേണ്ടവരാണ്. തീർച്ചയായിട്ടും ഓരോ ചരിത്രവും പറയുന്നത് നന്മയെക്കുറിച്ചാണ്. നല്ലത് ചിന്തിക്കാനും പറയാനും ഏവർക്കും തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.